നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഫോഴ്സസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൈനറ്റിക് എനർജി എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. കൈനറ്റിക് എനർജി ഈസ് ഡ്യൂ ടു മോഷൻ, എനർജി ഡ്യൂ ടു മോഷൻ ഓഫ് എ ബോഡി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? It is the stored energy due to position or configuration of a body. ഓക്കെ, ഒരു ബോഡിയുടെ പൊസിഷൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ കാരണം ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ നമുക്കറിയാം, കീ കൊടുക്കുന്ന പാവ ടോയ്സ് ഉണ്ട് അല്ലേ? അത് നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ അതിലൊരു സ്പ്രിങ് ഉണ്ടാവും. അത് നമ്മൾ വൈൻഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യും, റൈറ്റ്? ടോയ് മൂവ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ വൈൻഡ് ചെയ്യുന്നതിൽ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ എനർജി സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, എനർജി ഈസ് സ്റ്റോർഡ്. നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ എനർജി അതിൽ സ്റ്റോർ ചെയ്യാണ്. ഈ എനർജി ആണ് പിന്നീട് അത് റിലീസ് ചെയ്യുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആ ടോയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത എനർജി എന്തായിട്ട് മാറുന്നു? അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സ്റ്റോർഡ് എനർജിയാണ്, ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി. എന്തുകൊണ്ട്? ഒന്നുകിൽ അതിന്റെ പൊസിഷൻ കാരണം സ്റ്റോർ ചെയ്ത എനർജി ആവാം, അല്ലെങ്കിൽ ബോഡിയുടെ കോൺഫിഗറേഷൻ കാരണം സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി ആവാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. Gravitational force. Suppose you are considering a body or a ball of mass m. അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? mg അല്ല, നമുക്കറിയാം മാസ് m ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg. സപ്പോസ് ദാറ്റ് ബോൾ ഇസ് ടേക്കൺ ടു എ ഹൈറ്റ് h. ബോൾ അല്ലെങ്കിൽ ഒരു ബോഡി ഒരു ഹൈറ്റ് h-ലേക്ക് അത് ഉയർത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ബോഡിയെ ഉയർത്തണമെങ്കിൽ തനിയെ ഉയർന്നു വരില്ലല്ലോ ബോഡി, അല്ല? തനിയെ ഉയർന്നു വരില്ല. കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉയർത്തണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, right? We have to apply a force externally, or we can say that a work is done by the external agency to lift the body to a height h. ഒരു ഹൈറ്റ് h-ലേക്ക് ഈ ബോഡി ഉയർത്തണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സം വർക്ക് മസ്റ്റ് ബി ഡൺ. ഇപ്പൊ നമ്മളാണ് ഈ ബോഡി ഉയർത്തുന്നതെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? ബൈ അപ്ലൈങ് എ ഫോഴ്സ് against the ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എത്രമാത്രം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും? എത്രയാണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത് മിനിമം അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ബോഡിയെ ഉയർത്തുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക്, വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഏജൻസി ടു ലിഫ്റ്റ് ദ ബോഡി ടു ഹൈറ്റ് h. W വർക്ക് ഡൺ അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? വർക്ക് ഡണ്ണിന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് F, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഹൈറ്റ്, എത്ര ഹൈറ്റിലേക്കാണ്. ഇപ്പോൾ 1 മീറ്റർ ഹൈറ്റ്, 2 മീറ്റർ ഹൈറ്റ്, അതിലേക്കാണ് ഉയർത്തിയതെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h ആണ്. ദാറ്റ് ഈസ് ഫോഴ്സിന് mg, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് h. സോ യു വിൽ ഗെറ്റ് mgh. So when the body is lifted to height h, we have done some work. That work by that external force is stored as the potential energy of the body. ഇപ്പോൾ ബോഡി ഗ്രൗണ്ടിലായിരുന്നപ്പോൾ ഇത്രയും പൊട്ടൻഷ്യൽ എനർജി ഇല്ലായിരുന്നു. ബോഡി ഒരു ഹൈറ്റിലേക്ക് എത്തിച്ചപ്പോൾ ആ ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ എത്രമാത്രം വർക്കാണോ നമ്മൾ ചെയ്തത്, ആ വർക്ക് ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദി ബോഡി. ബോഡി ആ ഒരു ഹൈറ്റ് h-ൽ ആണ് അതിന്റെ പൊസിഷൻ. അതുകൊണ്ടാണ് ബോഡിക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് വെൻ ദ ബോൾ ഇസ് റിലീസ്ഡ്? ആ ബോൾ നമ്മൾ ഒരു ഹൈറ്റ് h-ൽ ഉള്ള ബോൾ അവിടുന്ന് റിലീസ് ചെയ്തു വിചാരിക്കാം.
നമ്മൾ ഉയർത്തി അവിടുന്ന് താഴേക്ക് ഇട്ടു. ഓക്കെ, ഇറ്റ് ഈസ് റിലീസ്ഡ്. അപ്പോൾ ആസ് ദ ബോൾ കംസ് ഡൗൺ നമുക്കറിയാം ഇറ്റ്സ് സ്പീഡ് വിൽ ഇൻക്രീസ്. എന്താ കാരണം? ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ അതിന്റെ സ്പീഡ് കൂടുക ചെയ്യുക. എന്താ കൂടാൻ കാരണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് താഴേക്ക്, അപ്പോൾ ഇറ്റ് വിൽ ബി ആക്സിലറേറ്റഡ്. അതേസമയം മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴോ സ്പീഡ് കുറയാനാണ് സാധ്യത. കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ബോഡി മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. Okay, അപ്പോൾ when the body is released or when the ball is released, it is coming down with an increasing speed. Speed is increasing because of the gravitational force. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാന്നാണല്ലോ അർത്ഥം, അല്ലെ? കൈനറ്റിക് എനർജി ഹാഫ് mv². അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ മീൻസ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഈസ് ഇൻക്രീസിങ്. Now, what is the speed just before it hits the ground? എങ്ങനെ കണ്ടുപിടിക്കും? ബോള് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആസ് യൂഷ്വൽ യു ക്യാൻ യൂസ് ദ ഫോർമുല. അതായത് ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു, പിന്നെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ആണ്. സോ v² ഈക്വൽ ടു u² പ്ലസ് 2gs നമുക്കറിയുന്ന ഫോർമുലയാണ്. 2as ആണ് ഇവിടെ, എക്ക് പകരം g ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, s ഡിസ്പ്ലേസ്മെന്റ്, അതിന് പകരം h. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? v² ഈക്വൽ ടു u² പ്ലസ് 2as. റൈറ്റ്? സോ a അതിന് പകരം g ആണ്, s ഡിസ്പ്ലേസ്മെന്റിന് പകരം h. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ആ ഒരു ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹൈറ്റിലുള്ള വെലോസിറ്റി ആണല്ലോ ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്പീഡ് കുറഞ്ഞു പോവാണ് ചെയ്യുക. ആൻഡ് മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇത് താഴേക്ക് വീഴുമ്പോൾ അവിടെ ആ മുകളിലത്തെ പൊസിഷനിലുള്ള വെലോസിറ്റി ആണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 0. ആൻഡ് ആസ് ഇറ്റ് കംസ് down and as it reaches the ground its velocity is v, final velocity. അപ്പോൾ ഇക്വേഷൻ നോക്കൂ, v² ഈക്വൽ ടു u² പ്ലസ് 2as എന്നുള്ള ഇക്വേഷനിൽ u0, അപ്പോൾ യു വിൽ ഗെറ്റ് v² ഈക്വൽ ടു 2gh. ഓക്കെ, v² ഈക്വൽ ടു 2gh. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h ഡിസ്പ്ലേസ്മെന്റ്. ഈ ഒരു റിലേഷൻ നമ്മൾ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഈ ഒരു ഇക്വേഷനെ ഹാഫ് m കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മൾട്ടിപ്ലൈ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ബൈ ഹാഫ് m. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? ഹാഫ് mv² എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിലോ ഹാഫ് m ഇൻറ്റു 2gh. ഓക്കെ, 2 ക്യാൻസൽ ചെയ്യും, സോ വിൽ ഗെറ്റ് mgh. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? ഹാഫ് mv² ഈക്വൽ ടു mgh. ഹാഫ് mv² എന്താണ്? കൈനറ്റിക് എനർജി. mgh എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഹാഫ് mv² കൈനറ്റിക് എനർജിയാണ്, mgh ഇതാ ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്തു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി, അതാണ് mgh. അപ്പൊ നമുക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്താ? ബോഡി മാക്സിമം ഹൈറ്റിലായിരുന്നപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായ എന്തുണ്ട് ബോഡിയിൽ? കൈനറ്റിക് എനർജി ഉണ്ട്. രണ്ടും ഈക്വൽ ആണ്. അതിന് എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നോ അത് തന്നെയാണ് അതിന്റെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്തത്. ആസ് ദ ബോഡി കംസ് ഡൗൺ ഇറ്റ് സ്പീഡ് ഇസ് ഇൻക്രീസിങ് ബിക്കോസ് ദ പൊട്ടൻഷ്യൽ എനർജി വാസ് കൺവേർട്ടിങ് ഇൻ ടു കൈനറ്റിക് എനർജി. ആ മാക്സിമം ഹൈറ്റിൽ അതിൽ സ്റ്റോർ ചെയ്തിരുന്ന പൊട്ടൻഷ്യൽ എനർജി അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിന് എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നോ ആ ഒരു വാല്യൂവിന് ഈക്വൽ ആണ്. അതാണ് നമുക്ക് കിട്ടിയത് ഹാഫ് mv² ഈക്വൽ ടു mgh. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ ഈ കൈനറ്റിക് എനർജി എന്നുള്ളതാണ് k എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ U. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് k ഈക്വൽ ടു u. So as the body comes down,
just before hitting the ground, its kinetic energy half mv square, that is equal to the potential energy mghu. Okay, അപ്പോൾ this shows that the gravitational potential energy of the object at height h when the object is released has converted into kinetic energy of the object on reaching the ground. Okay, അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഈ ഒബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ഈ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് ആസ് ദ ബോഡി കംസ് ഡൗൺ ഫ്രം എ ഹൈറ്റ്, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ഓക്കെ, മാക്സിമം ഹൈറ്റിൽ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നോ അതേ വാല്യൂ തന്നെയായിരിക്കും ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിനുണ്ടാവുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ട്, വി സ്ക്വയർ ഈക്വൽ ടു 2gh. അതിൽ നിന്ന് വാട്ട് ഇസ് വി? സ്ക്വയർ റൂട്ട് ഓഫ് 2gh. ഓക്കെ, വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gh. ദിസ് ഇസ് ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീലി ഫാളിംഗ് ബോഡി എന്താണെന്ന് വളരെ വിശദമായിട്ട് നമ്മൾ മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gh ഇസ് ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഇനി ഡയമെൻഷണൽ ഫോർമുലയുടെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പൊട്ടൻഷ്യൽ എനർജി ml സ്ക്വയർ ടി റൈസ് ടു -2. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. എനർജി ഏത് തന്നെ ആയാലും അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml സ്ക്വയർ ടി റൈസ് ടു -2 ആയിരിക്കും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണത്. ഇഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് v of x, then the force f of x can be written as f of x equal to -dv by dx. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതായത് വെലോസിറ്റി ഈക്വൽ ടു dx by dt, ആക്സലറേഷൻ ഈക്വൽ ടു dv by dt എന്നൊക്കെ പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ അതുപോലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ v കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് എന്താണ്? -dv by dx. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെന്റ്. എക്സ് എന്താ അവിടെ? പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് ഏതാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഇസ് ദ പൊസിഷൻ. അതായത് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ദ എനർജി ഡ്യൂ ടു പൊസിഷൻ. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ വി എന്നത് വി ഓഫ് എക്സ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് ദി എനർജി ഡ്യൂ ടു പൊസിഷൻ. ഇഫ് ദ പൊസിഷൻ ഇസ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഓൾസോ ചേഞ്ച്. അപ്പോൾ ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് -dv by dx. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഓർ പൊസിഷൻ. ഇവിടെ നമ്മൾ ആ പൊസിഷൻ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഹൈറ്റ്. അതുകൊണ്ടാണ് എഫ് ഓഫ് എച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോ എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു -dv by dh. ഓക്കെ, എച്ച് എടുക്കാൻ കാരണം എന്താ? പൊസിഷൻ എക്സിന് പകരം ഇവിടെ ഹൈറ്റ് ആണ് എടുക്കുന്നത്, ഹൈറ്റ് എച്ച് ആണ്. സോ എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു -dv by dh. ഇനി നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഇസ് -dv by dh? ഓക്കെ, എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ്. അതായത് ഈ ഹൈറ്റിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യുന്ന ഒരു റേറ്റ് എന്താണെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് -d by dh ഓഫ് mgh. v എന്താ? mgh, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ -dv by dx ക്യാൻ ബി റിട്ടൺ ആസ് -d by dh ഓഫ് mgh. m കോൺസ്റ്റന്റ് ആണ്, g കോൺസ്റ്റന്റ് ആണ്. സോ -mg into d of h by dh. ദാറ്റ് ഈസ് -mg. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? -dv by dx ഈക്വൽ ടു -mg. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. mg എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതായത് ഫോഴ്സസ് ഒബ്റ്റെയിൻഡ് ബൈ ദ
വേരിയേഷൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. F is equal to minus dV by dx. ഈ ഒരു റിലേഷൻ അനുസരിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, എന്താണ് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടി -mg. ഓക്കെ, എന്താണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് നോക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? If the work done by a force depends only on initial position and final position of the body and is independent of the path followed by the body, the force is said to be conservative. ഏത് ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? അതായത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇനിഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നേരത്തെ കൺസിഡർ ചെയ്ത കേസിൽ ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യുന്നു. ആ ബോഡി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ ലിഫ്റ്റ് ചെയ്യാം അല്ലേ? ഒരു താഴെയുള്ള ഒരു പോയിന്റിൽ നിന്ന് മുകളിലുള്ള ഒരു പോയിന്റിലേക്ക് ഒരൊറ്റ ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പല വഴികളിലൂടെ നമുക്ക് ആ ഒരു ഹൈറ്റിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ, അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് അത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ, അതായത് ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞാലും സെയിം വർക്ക് ഡൺ ആണ് കിട്ടുന്നത്, പ്രൊവൈഡഡ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ബീങ് ദ സെയിം. നമ്മൾ മുമ്പ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഡിസ്പ്ലേസ്മെന്റ് എന്താ? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയാം. എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ ബോഡി ഈസ് ലിഫ്റ്റഡ് ടു ഹൈറ്റ് എച്ച്. ഓക്കെ, 2 മീറ്റർ ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അവിടെ കിട്ടുന്ന ഒരു വർക്ക് ഡൺ ആണ്. അവിടെ നമ്മൾ ഏത് വഴിയിലൂടെ 2 മീറ്ററിലേക്ക് എത്തിയെന്ന് നോക്കുന്നില്ല. അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഹൈറ്റ് ആണ് 2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ വർക്ക് ഡൺ. അത് ഏത് വഴിയിലൂടെയാണ് 2 മീറ്റർ ഹൈറ്റിൽ എത്തിയത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയാം. എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്? കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കൂ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രോപ്പർട്ടീസിൽ വരുന്നത്. ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ സ്കേലാർ ക്വാണ്ടിറ്റി v of x by the relation f of x is equal to minus dv by dx. എങ്ങനെ നമുക്ക് കിട്ടും റിലേഷൻ? ആ റിലേഷൻ f of x is equal to minus dv by dx എന്ന റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. f of x equal to minus dv by dx എന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഇസ് ഈക്വൽ ടു 0. അതായത് ക്ലോസ്ഡ് പാത്തിലുള്ള വർക്ക് ഡൺ 0 ആയിരിക്കും. ക്ലോസ്ഡ് പാത്തിലുള്ള വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പാത്ത് ക്ലോസ്ഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആകുമ്പോഴല്ലേ? നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പോഴല്ലേ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയാം. അങ്ങനെയാവുന്ന കേസിൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം അല്ലേ? അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? 0. കാരണം ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിലുള്ള വർക്ക് ഡൺ 0 ആണ്. അടുത്ത പോയിന്റ് എന്താ? ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്തായിരിക്കും? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഫോഴ്സ് ആയിരിക്കും നോൺ കൺസർവേറ്റീവ്
force. So if the work done by a force depends on the path followed by a body, the force is said to be non-conservative. അപ്പോൾ നേരത്തെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് അല്ലെ, ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് വഴിയിലൂടെ പോയാലും കുഴപ്പമില്ല. പക്ഷേ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ്, ഏത് വഴിയിലൂടെയാണ് പോയത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് വ്യത്യാസം വരുന്നു. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് വഴിയിലൂടെ ആ പൊസിഷൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് വഴിയിലൂടെ അവിടെ എത്തി എന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഒക്കെ. ഇപ്പോൾ ഫ്രിക്ഷൻ തന്നെ നമുക്ക് അറിയാം, ഒരേ ഡിസ്പ്ലേസ്മെന്റ് എടുത്താലും അത് ഏത് സർഫസിലൂടെ മൂവ് ചെയ്യുന്നു എന്നതിന് ഫ്രിക്ഷന് വ്യത്യാസം വരും അല്ലെ. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, വളരെ റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള ഫോഴ്സിനെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും എക്സാമ്പിൾസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, എക്സാമ്പിൾസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.